ചേട്ടാ, നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല, ആരുമായിട്ടും വഴക്കിനും പോകുന്നില്ല, ആർക്കും കൊട്ടേഷൻ കൊടുത്തിട്ടില്ല, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ആരുമായിട്ടും ഉണ്ടാക്കിയിട്ടില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. പക്ഷേ വിനയം കാണിച്ചു എന്നതിൻ്റെ പേരിൽ നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് ട്രോളും കേൾക്കേണ്ടി വരുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? അങ്ങനെയൊക്കെ സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. ആണോ? അയ്യടാ പാവം. സാധാരണ ആളുകൾ ഫേസ് ചെയ്യുന്നത് മറ്റേ അഹംഭാവം കൂടുതലാണ്, അതെ, മറ്റേ സിനിമയിൽ വന്ന് ജാടയാണ്, അതാണ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കാണ് അധികം കേട്ടിട്ടുള്ളത്. ഇതിന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എന്തൊരു എളിമ, എന്തൊരു വിനയം. ശരിയാ ശരിയാ. വേറെ ആരും ഇങ്ങനെ ഒരു കാര്യത്തിൽ ട്രോൾ അടിച്ചിട്ടുണ്ടാവില്ല. ഉണ്ടാവില്ല. എൻ്റെ ഒരു സ്ഥായിയായി എനിക്കത് മാറ്റാൻ പറ്റില്ല. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. എനിക്ക് ഒരാളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുമ്പോഴോ ഞാൻ എത്ര ഇപ്പോൾ മാമുമായിട്ട് സംസാരിക്കുമ്പോഴോ ഞാൻ എങ്ങനെ ബലം പിടിച്ചിരുന്നാലും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയില്ല. സത്യമാണോ? നിങ്ങളുടെയൊക്കെ അമ്മയാണ് സത്യം. യുവർ മദേഴ്സ് പ്രോമിസ്. അതങ്ങനെ എൻ്റെ ഒരു മുഖഭാവം അങ്ങനെ ആയിപ്പോയി, എൻ്റെ ശീലങ്ങൾ അങ്ങനെ ആയിപ്പോയി. അതല്ലാതെ എനിക്കൊന്നും ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു ഫേസ് പിടിച്ച് അങ്ങനെ എനിക്ക് പറ്റില്ല. അത് പറഞ്ഞ് നേരെ ഏതാ നോണ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അതെങ്ങനെയാ ശീലം കിട്ടിയത്? ചെറുപ്പത്തിലേ ഉള്ള ഒരു ഇല്ല ഒന്നും അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഫേസ് ഉണ്ടാക്കി അങ്ങനെ ഒന്നുമില്ല. പക്ഷെ കയ്യിലിരിപ്പിച്ചല്ലേ. എനിക്ക് പറഞ്ഞതിൽ തെറ്റ് വന്നിട്ടുണ്ട്, അത് കറക്റ്റാണ്. എനിക്ക് പറഞ്ഞതിൽ തെറ്റ് വന്നിട്ടുണ്ട്, അത് കറക്റ്റാണ്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അവർ പറഞ്ഞതിൽ ഒരു സിനിമയുടെ ക്ലൈമാക്സിന് പറഞ്ഞത് കേൾവി കേട്ടത് ജയറാമേട്ടനൊപ്പം ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു അന്ന് ഡേറ്റ് അതാണ് ബുക്ക് ചെയ്തത്. സത്യം, ശരിയാണ്. தீபாவளி டைம் எங்க வீட்டில் சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். இல்லை உனக்கு தீபாவளி பெருசா, கடைசியில் எல்லாரும் 5 பேர் நடந்து வருது பெருசா? சார் எனக்கு தீபாவளി தான் முக்கியம் அப்படின்னா போனேன். പക്ഷെ അത് 10-20 വർഷം മുമ്പ് നടന്ന സംഗതി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും സത്യം പറഞ്ഞ എനിക്കേ ഓർമ്മയില്ല അത് എന്തിനാ പോയതെന്നുള്ളത്. ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അത് ഇതാണോ അല്ല മെഡ്രാസിലേക്ക് പോയതാണോ എന്താണെന്ന് പിന്നെ എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ഒരർത്ഥത്തിൽ നീയല്ലേ രാജാവ്, പെരുന്നുണകളുടെ മഹാരാജാവ്. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട അതിൽ തന്നെ വർക്ക് ചെയ്തവരോട് ചോദിച്ചു, അവിടെ ആർക്കും ഓർമ്മയില്ല അത്. അതുകൊണ്ടാണ് അവിടെ ഞാനൊരു 5-6 ദിവസം നിന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് എനിക്കത് കൃത്യമായിട്ട് 10-20 വർഷത്തെ കാര്യമല്ലേ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. 2020 സിനിമയുടെ അതെ ഇല്ലാന്ന്. അതെ പ്രായാധിക്യം കൊണ്ടാവാം മറവികൾ വരുന്നത്. അതെ തന്റെ തന്തയുടെ പേരെന്താന്ന് ഓർമ്മയുണ്ടോ? ഞാൻ ഒന്നും നോക്കണ്ട. പിന്നെ കുംഭകോണം ആണോ പെരുമ്പാവൂരാണോ ആ രീതിയിലൊരു എൻ്റെ അമ്മ കുംഭകോണമാണ്, അച്ഛൻ പാലക്കാടാണ്. പക്ഷെ ഞാൻ അമ്മയായിട്ട് ഈ തമിഴല്ലാതെ അമ്മയ്ക്ക് സംസാരിക്കാൻ വശമില്ലാത്തതുകൊണ്ട് അമ്മയുടെ കൂടെ തമിഴ് തന്നെയാണ് ഞാൻ സംസാരിക്കായിരുന്നു. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും ശരിക്കും. പക്ഷെ ഒറിജിനലി ഇപ്പോ കുംഭകോണമാണോ പെരുമ്പാവൂരാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അത് പിന്നെ കഴിഞ്ഞ 32 വർഷമായിട്ട് താമസിക്കുന്നത് മെഡ്രാസിലാണ്. പെരുമ്പാവൂർ എനിക്ക് വീടുണ്ട്. അത് എന്ന് വെച്ച് ഞാൻ അതാണോ അല്ല ഇതാണോ അങ്ങനെ എങ്ങനെ പറയുന്നു? രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. നീ ചെല്ലാൻ നോക്കി.